എൻ്റെ പൊന്നോ, ഞാനിനി ഇങ്ങനെയുള്ള വല്ല പണിക്കും പോണുള്ളൂ. അതെ ഞാനും. കഴിഞ്ഞ പ്രാവശ്യം അടി കിട്ടിയിട്ട് അവന്മാർ എന്നെ ചട്ടിയിൽ ആശുപത്രി കൊണ്ടുപോയത്. ഒരു ആഴ്ച മൊത്തം ഞാൻ തളർന്ന് കിടക്കായിരുന്നു, തളർന്ന്. എൻ്റെ സൂട്ടിൻ്റെ ചാർജ് നിന്നിട്ടേ ഞാൻ നേരെ ചെന്ന് വീണത് അവന്മാർക്കടെ ഇടയിലാ, നിനക്കറിയോ? പിന്നെ അവന്മാർക്കടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാൻ പെട്ട പാട്. ഇനി ഇങ്ങനെ നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് തൊഴിലുറപ്പിന് പോയാലോ? അത് കൊള്ളാലോ. എൻ്റെ കയ്യിൽ ചട്ടിയുണ്ട്. പോകാൻ ഹൾക്കിനെയും തോറിനെയും കൂടി വിളിക്കാം, അപ്പോൾ വേഗം പണി തീരും. ഇതിനൊക്കെ വരുമോ? വന്നില്ലെങ്കിലോ? തൊഴിലുറപ്പിന് പെണ്ണുങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അവരെന്തായാലും വരും. പെണ്ണുണിങ്ങളാ. ഇല്ലെങ്കിൽ നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ? അതാ ഇപ്പോൾ ട്രെൻഡ്. അത് കൊള്ളാം. പക്ഷെ നമ്മൾ എന്ത് വീഡിയോ ഇടും? കണ്ടന്റ് വേണ്ടേ? എൻ്റെ കയ്യിൽ ഒരു കണ്ടന്റ് ഉണ്ട്. പറ കേൾക്കട്ടെ. നമുക്ക് വ്ളോഗ് ചെയ്യാം. നമ്മൾ വില്ലന്മാർക്കടെ കയ്യിൽ നിന്ന് അടി ചെയ്യുന്നത്, അല്ല വില്ലന്മാർക്ക് അടി കൊടുക്കണത്. നമുക്ക് അടി കിട്ടണവരെ നമുക്ക് മാത്രമേ അറിയുള്ളൂ. നീ അത് യൂട്യൂബിലിട്ട് വൈറലാക്കിയാൽ നമ്മൾ ഊമ്പി പോട്ടോ. ഇപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ പവറുള്ള കാരണം റേഷൻ കടയിൽ നിന്ന് അരി തന്നെ കിട്ടുന്നത്. ഇല്ലെങ്കിൽ അതുപോലും കിട്ടില്ല. ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് ഫാമിലിയിലുള്ള ആരെങ്കിലും കുറച്ച് പരദേശ ബോധം പറയാം, അപ്പോൾ റീച്ച് വിടും. അങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിലെ എല്ലാവരും ഫോർച്യൂണറൊക്കെ മേടിക്കണേ. നമുക്കതിന് ഫാമിലിയിലല്ലോ, പിന്നെ നമ്മൾ ആരെ പ്രദൂഷണം പറയും? ഞാനും സിംഗിള്, നീയും സിംഗിള്. നമുക്ക് ആ ലോനപ്പം പിള്ളേനെ കുറ്റം പറയാം. അത് നോക്കി കളിപ്പട്ടം വെച്ചാണ് ഈ പ്രായത്തിൽ കളിക്കണേ. നീ വീട്ടിൽ പോയി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇട്ടാൽ മതി. തന്നെ ലൈക്കും കയറും, വ്യൂവും കയറും, നമ്മൾ വൈറലാവും. അവൻ്റെ ഭാര്യനെ കൊണ്ട് പറയിപ്പിക്കുക അല്ലേ? അവൻ എപ്പോഴും അടിയുണ്ടാക്കും. അവൻ പിള്ളേർക്കിടെ കളിപ്പട്ടൊക്കെ എടുത്തുകൊണ്ട് പോകും. ഇതിനാദ്യം സ്ക്രിപ്റ്റ് വേണം, ഇല്ലെങ്കിൽ മുമ്പും സ്ക്രിപ്റ്റൊക്കെ ഞാൻ എഴുതിക്കളാം. പണ്ട് ഞാൻ നാടകമൊക്കെ എഴുതിയിട്ടുള്ളതാ. എന്നിട്ട് എന്താണ് പച്ചക്കറി കടി എനിക്ക് ഉണ്ടായിരുന്നറിയോ? എനിക്ക് പച്ചക്കറി കടി ഉണ്ടായിരുന്നോ? അതെങ്ങനെയായിരുന്നു? അത് പിന്നെ നാടകം മോശമേ. ആൾക്കാരൊക്കെ കൂടി സാധനങ്ങൾ വിളിച്ചേറി അങ്ങനെ കിട്ടിയതാ. അപ്പം എന്തൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് കുറേ ഉണ്ടാവുമല്ലോ. തക്കാളി, ക്യാരറ്റ്, ബീട്രൂട്ട്, സവാള എല്ലാം കിട്ടി എനിക്ക്. ചാനലിനപ്പോൾ ഒരു പേര് വേണ്ട. എന്താടാ? ഞാനല്ല യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് പറഞ്ഞേ, അതുകൊണ്ട് ഞാനൊരു പേര് പറയാം. കിടിലം പേരാ, കുട്ടപ്പൻ ബ്ലോഗ്സ്. എങ്ങനെയുണ്ട്? നല്ല ഓമ്പിയ പേര്. ഇതിനും പേര് എൻ്റെ ആയിരുന്നു. നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ട് വരാമോ? കുറച്ച് തുണി കളക്കാനുണ്ട്, എന്നിട്ടാണ് തേങ്ങ ചേരണ്ടാൻ. ദൈവമേ, ഞാനിന്ന് പണിയെടുത്ത് ചാവും. ഞാൻ പോയിട്ട് വരുമ്പോഴേക്കും എൻ്റെ ഈ വർഗം കഷ്ണം കൂടി വെട്ടിയിട്ടേ കിട്ടോ. ശരി എന്നാ.